ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി ബ്ലോഗ്. അപ്പം ഇന്ന് നല്ലൊരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. വളരെ ഈസി ആയിട്ട് ഒരു 10 രൂപയുടെ ഒരു ചെറിയൊരു കവർ ബിസ്ക്കറ്റ് വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിംഗ് ആണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ എന്താ ഇവിടെ ഒരു ഹോർലിക്സിൻ്റെ ഒരു പാക്കറ്റ് ബിസ്ക്കറ്റ് ആണ് കേട്ടോ. അപ്പോൾ അതിൽ ഒരു കവർ എടുത്തിട്ടുണ്ട്. നിങ്ങൾ 10 രൂപയുടെ ഏത് കവർ ബിസ്ക്കറ്റ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. അപ്പോൾ അത് എടുത്തോളൂ. അത് മുഴുവനായിട്ട് നമുക്ക് പൊട്ടിച്ച് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് 2 മുട്ട ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ 2 മുട്ട നമുക്ക് ഇതിലോട്ട് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുഡിംഗാണ്. നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നമുക്ക് ഓവൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. അപ്പോൾ മസ്റ്റ് ആയിട്ട് ഇതെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ബിസ്ക്കറ്റ് ഫുള്ളായിട്ട് അതിലോട്ട് പൊട്ടിച്ചിട്ടിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ 2 മുട്ടയും പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി 1/4 കപ്പ് പഞ്ചസാരയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. 1/4 കപ്പ്, അതായത് 6 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ടെടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മുടെ മെഷറിംഗ് കപ്പിൽ കറക്റ്റ് 1 കപ്പ് പാലും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. കാച്ചിയ പാലോ കാച്ചാത്ത പാലോ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ അത് ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഏലക്ക ഒന്നുകിൽ നിങ്ങൾക്ക് ഇതേപോലെ മുഴുവനോട് ഇട്ട് കൊടുക്കാം. ഇനി അതിന്റെ ഫ്ലേവറും അല്ലെങ്കിൽ ആ ഏലക്ക ഇടയ്ക്കൊക്കെ കടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പൊ അതൊന്നും ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ അത് നല്ലോണം ഒന്ന് പൊടിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താലും മതി. ഇല്ലെങ്കിൽ ആ ഇളക്കി അതിന്റെ കുരു മാത്രം ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനി ഇതൊന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് 1 ടേബിൾ സ്പൂൺ വാനില എസൻസ് ആഡ് ചെയ്താലും മതിയേ. അപ്പം അത് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അടിച്ചെടുത്ത് റെഡിയാക്കി കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ അടിച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്കത് മാറ്റി വെക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്ത് അതിലേക്ക് ഇതേപോലെ 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 1/4 കപ്പ് പഞ്ചസാര ആഡ് ചെയ്ത്, അല്ലെങ്കിൽ എന്താണ് 6 ടേബിൾ സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്തതിന് ശേഷം നമുക്കത് നല്ലോണം ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കാമേ. അത് നല്ല കട്ടിയാകാനൊന്നും നിൽക്കരുത്, അല്ലെങ്കിൽ നിറം മാറാനൊന്നും നിൽക്കേണ്ട കേട്ടോ. ഇത് ചെറുതായിട്ടൊന്ന് കാരമലൈസ് ആകുമ്പോഴത്തേക്കും നമുക്കത് എടുത്ത് നമുക്ക് ഏത് പാത്രത്തിലാണോ നമ്മൾ ബേക്ക് ചെയ്യാൻ എടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ബേക്കിംഗ് ചെയ്യുന്ന കേക്കൊക്കെ ഉണ്ടാക്കുന്ന പാത്രം ഉണ്ടല്ലോ, അല്ലെങ്കിൽ അതെടുക്കാം. ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു എന്താണ് കുട്ടികളൊക്കെ ലഞ്ച് കൊണ്ടുപോകുന്ന പാത്രങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ചോറ്റുപാത്രം അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെടുത്താലും മതി കേട്ടോ. അപ്പോൾ അതിലോട്ട് നമ്മൾ കാരമലൈസ് ചെയ്ത പഞ്ചസാര സിറപ്പ് അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കുക. മൊത്തത്തിലൊന്ന് ചുറ്റിച്ച് വെച്ച് കൊടുത്തതിന് ശേഷം അത് നല്ലോണം ഒന്ന് തണുക്കണം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ തണുക്കും. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ അത് തണുത്ത് കിട്ടുവേ. തണുത്തതിന് ശേഷം നമ്മൾ മിക്സിയുടെ ജാറിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ളത് നമുക്ക് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മൾ ഇഡ്ഡലി പാത്രത്തിലാണ് കേട്ടോ ഇത് തയ്യാറാക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഇഡ്ഡലി പാത്രത്തിലേക്ക് വച്ച് അതിലേക്ക് എന്താണ് ഒരു 1/4 ഭാഗം വെള്ളം നിറച്ചതിന് ശേഷം അതിലേക്ക് എന്തെങ്കിലും ഒരു പാത്രമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നമുക്ക് ഈ പാത്രം ഇറക്കി വെക്കത്തക്ക തരത്തിലുള്ള എന്തെങ്കിലും ഒന്ന് അതിന്റെ അടിയിൽ വെച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് അതിന്റെ പുറത്തോട്ട് ഈ പാത്രം ഒന്ന് വെച്ചു കൊടുക്കാമേ. ഇനി ഇതിലേക്ക് നമുക്ക് എന്തെങ്കിലും കൊണ്ടൊന്ന് എന്ത് ചെയ്യണം, അടച്ചു കൊടുക്കണം കേട്ടോ. അപ്പൊ ഞാൻ എന്താ ഒരു ഗ്ലാസ് ടോപ്പ് കൊണ്ടാണ് അടയ്ക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സൈഡ് ഞാൻ ചെറുതായിട്ട് ഒരു പേപ്പർ കഷ്ണം വെച്ച് അതൊന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതേപോലെ ഒന്ന് മൂടി കൊടുത്തതിന് ശേഷം ഇഡ്ഡലി പാത്രത്തിന്റെ അടപ്പ് വെച്ച് നമുക്ക് നല്ലോണം അതൊന്ന് അടച്ചു വെക്കാമേ. ഇനി മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു അരമണിക്കൂർ, ഒരു 30 മിനിറ്റ് നമുക്ക് നല്ലോണം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ ഇട്ട് അത് വേവിച്ചെടുക്കാം കേട്ടോ. 30 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പൊ നല്ല ചൂടായിട്ടാണ് കേട്ടോ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ അതിനെടുത്ത് ഫ്രീസറിനകത്ത് വെച്ചിട്ടുണ്ട്. ഫ്രീസറിനകത്ത് വെച്ചതിന് ശേഷം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ എടുത്ത് ഇതൊന്ന് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. സൈഡൊക്കെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊരു സെർവിങ് പാത്രത്തിലോട്ട് ഇത് മാറ്റാമേ, തട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു പാത്രം എടുത്ത് ഇതിലോട്ട് കമഴ്ത്തിയതിന് ശേഷം തിരിച്ച് കമഴ്ത്തി ജസ്റ്റ് നമ്മൾ ഇതേപോലെ ഒന്ന് തട്ടി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അത് നല്ലോണം ഇളകി വരുവേ. അപ്പം നല്ല അടിപൊളിയായിട്ടുള്ള ബിസ്ക്കറ്റ് പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ അത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാൻ കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട്. നമ്മൾ പെട്ടെന്ന് നമുക്ക് കുട്ടികൾക്കൊക്കെ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് പെട്ടെന്ന് തന്നെ കഴിക്കുകയും ചെയ്യും, അവർക്ക് നല്ലോണം ഇഷ്ടപ്പെടുകയും ചെയ്യും കേട്ടോ. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ്. ഞാൻ പറഞ്ഞല്ലോ 10 രൂപയുടെ ഒരു കവർ ബിസ്ക്കറ്റ് മാത്രം മതി. അത് വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കാം കേട്ടോ. പിന്നെ ബിസ്ക്കറ്റ് പഞ്ചസാരയും പാലും മുട്ടയൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴും കാണുന്ന ഐറ്റം ആണല്ലോ. അപ്പൊ അത് വെച്ച് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഈ പുഡിംഗ് തയ്യാറാക്കാം കേട്ടോ. അപ്പൊ നല്ല ടേസ്റ്റ് ആണ്, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പൊ ഞാൻ അത് പാത്രത്തിലോട്ട് മാറ്റിയതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, നല്ല ടേസ്റ്റും ആണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പൊ മസ്റ്റ് ആയിട്ട് ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇനി ഇതിന്റെ പുറത്തോട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് എള്ളൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ഏലക്ക നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് രീതിക്ക് ചെയ്തെടുക്കാമേ.
ഏലക്കയോ വാനില എസൻസോ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ മുൻപോട്ട് ഒരുപാട് വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. സിമ്പിൾ ആയിട്ടുള്ള അടിപൊളി റെസിപ്പീസ് ആണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ.